ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് സ്വർഗരാജ്യത്തിലെ വലിയവനാരാണ് എന്നുള്ള ആ സുവിശേഷ ഭാഗം നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യേശു ഒരു ശിശുവിനെ അടുത്ത് വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ജീവിതത്തിൽ പല ജീവിത സാഹചര്യങ്ങൾ വഴിയായിട്ട് നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ ചെന്നൈയിൽ റിലീഫ് വർക്ക്, ചെന്നൈയിൽ ഈ അടുത്ത കാലത്ത് നടന്ന വെള്ളപ്പൊക്കത്തിൽ നശിച്ച വീടുകളും ഗ്രാമങ്ങളും ഒക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ വില്ലേജുകളിൽ ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു മെസ്സേജ്, ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് നിമിഷം കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഒരുപാട് തങ്ങളുടേതായ ജീവിത രീതികളിൽ സന്തോഷത്തിൽ എന്തും ചെയ്യാമെന്നും എന്തും എത്തിപ്പിടിക്കാമെന്നുമുള്ള ചിന്തകളിലും വിചാരത്തിലുമൊക്കെ മേ ബി കുറച്ചെങ്കിലും മനുഷ്യർ ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവം നൽകുന്ന ജീവിതമാണ്, ദൈവം നൽകിയതാണ് ഇതെല്ലാം എന്നുള്ള ചിന്തകളിൽ നിന്നുമൊക്കെ വേർതിരിഞ്ഞ് സ്വന്തമായ താല്പര്യങ്ങളോടും എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടുമൊക്കെ കൂടി മുമ്പോട്ട് പോയ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ തിരിഞ്ഞ് നോക്കുവാനും അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും എൻ്റെ ജീവിതം ഏത് വിധത്തിലാണ്, ദൈവഹിതത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും ഒക്കെ ചില അവസരങ്ങൾ ദൈവം നൽകുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. പലപ്പോഴും ഇതാണ് നമ്മുടെയൊക്കെ സഹനങ്ങൾ, ജീവിതത്തിലെ സഹനങ്ങളും ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാണോ ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്ന് തിരിഞ്ഞു നോക്കാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളായിരിക്കാം. പല വില്ലേജുകൾ, കുടുംബങ്ങൾ കയറി ചെല്ലാനും അവരുമായിട്ട് നമുക്ക് സംഭാഷണത്തിൽ ഏർപ്പെടാനും ഒക്കെ സാധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഒരുപാട് സഹായങ്ങളും ഒരുപാട് മനുഷ്യരുടെ സാമീപ്യവും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യരാണ് അവർ. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൽ അവർ വലുതാണെന്ന് കണ്ട പലതും അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷം കണ്ടെത്തിയ പല മേഖലകളും ഒരു വെള്ളപ്പൊക്കത്താൽ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം തിരിച്ചു വന്നപ്പോൾ അവർ എനിക്ക് തോന്നുന്ന ഒരു ശിശുവുമായിട്ട് പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അവരുടെ ജീവിതം അത്രയ്ക്ക് അത്രയ്ക്കും ലളിതമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കടന്നു വന്ന് നമ്മളെപ്പോലെയുള്ള വ്യക്തികൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ അവർ അത്രമാത്രം സ്നേഹത്തോടെ സ്വീകരിക്കുകയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ജീവിതത്തിലേക്ക് ഒരുപാട് ബോധ്യം കടന്നു വന്നു. കാരണം അവർക്ക് മറ്റുള്ളവരുടെ സഹായവും സഹകരണമൊന്നും ഇല്ലാതെ മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കാണിച്ചു തരുന്ന വലിയൊരു പാഠം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകളൊക്കെ കടന്നു വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യം ഇതാണ്, ഇത് ദൈവം നൽകുന്ന ഒരു അവസരമാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ, നമ്മുടെ ജീവിതത്തിലെ കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യാനും ദൈവത്തിങ്കിലേക്ക് കടന്നു വരാനും ഒക്കെ ലഭിക്കുന്ന ഒരു അവസരങ്ങളാണിത്. പ്രിയമുള്ളവരെ, ചില കഥകൾ നിങ്ങൾ കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഒരുപാട് ധ്യാനങ്ങളും പ്രാർത്ഥനകളിലും ഒക്കെ സംബന്ധിക്കുന്നുണ്ടെങ്കിലും ദൈവികമായ ഒരു അനുഭവത്തോടെ തിരിച്ചു പോകുന്നവർ എത്ര മനുഷ്യരുണ്ടെന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ, ചില മേഖലകൾ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് അടിയറവ് വച്ചാൽ മാത്രമേ നമുക്ക് ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ കൃപ
എന്ന് പറയുന്നത് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ അത്രയ്ക്കും വിശുദ്ധിയിലും അത്രയ്ക്കും സൗമ്യതയിലും സ്നേഹത്തിലും പരസ്പര ധാരണയിലും പരസ്പര ബന്ധത്തിലുമൊക്കെ നമ്മൾ അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ട് ഒരു ശിശുവിനെ കഴിഞ്ഞും താഴ്ന്ന് നിഷ്കളങ്കമായിട്ട് ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയും ദൈവിക അനുഗ്രഹങ്ങളൊക്കെ കടന്നു വരുള്ളൂ. അത് സത്യമാണ്. അത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തെ ഈ കുമ്പസാരം എന്നുള്ള കൂദാശയൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. കുമ്പസാരത്തിലൂടെ അതുകൊണ്ടാണ് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും 3 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങളുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്കൊരു ബോധ്യം വന്നാൽ നമ്മൾ കുമ്പസാരിക്കണം. കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാവും, നമ്മുടെ ഹൃദയം പരിശുദ്ധമാവും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നുള്ള ബോധ്യവും ദൈവത്തിൻ്റെ വഴി എന്തൊക്കെയാണെന്നുള്ള വലിയ ബോധ്യമൊക്കെ നമുക്ക് ഒരുപാട് ബോധ്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അത് തിരിച്ചറിയണമെങ്കിൽ ശരിക്കും നമ്മുടേതായ ജീവിതത്തിലെ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കുടുംബത്തിൻ്റെ ഭാരങ്ങളും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ദൈവിക അനുഭവത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ എപ്പോഴും മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയ്ക്കും ശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ട് നമ്മൾ കൊണ്ടു നടന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു വെള്ളപ്പൊക്കം നമുക്ക് ഒരുപാടുണ്ടായപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 6 അടി 7 അടി വെള്ളം മിക്കവാറും എല്ലാ ഭവനങ്ങളിലും ഒരു സാമാന്യ എല്ലാ വില്ലേജുകളിലും കുടുംബങ്ങളിലും ഒരു 6 അടി 7 അടി വെള്ളം പൊങ്ങി അതൊരു 3 ദിവസം 4 ദിവസത്തേക്കൊക്കെ നിന്നു. അപ്പോൾ ഈ 4 ദിവസം ഈ വെള്ളം പൊങ്ങിയപ്പോൾ സാധാരണ സംഭവിക്കാവുന്ന ജനങ്ങൾ പേടിച്ചരണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾ കണ്ടുവന്നത്. പക്ഷെ എങ്കിൽ പോലും ചില കുടുംബങ്ങളിൽ നമുക്കറിയാം ഒരു ഹിന്ദു പ്രീസ്റ്റിന്റെ ഒരു വലിയ കഥ ആ ഗ്രാമത്തിലുള്ളവർ പറയുകയാണ്. ഈ ഹിന്ദു പ്രീസ്റ്റ് ഒരു ചെറിയൊരു ടെമ്പിൾ, ഒരുപാട് ടെമ്പിളുള്ള ഒരു ഏരിയയാണ് ഈ ചെന്നൈയിലെ പല ഗ്രാമങ്ങളും ഒരുപാട് കൂടുതലും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ടെമ്പിളിൽ ഒരു പ്രീസ്റ്റ് ഈ വെള്ളം വന്നപ്പോൾ അദ്ദേഹം ഇതിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു. ജനങ്ങളെല്ലാം ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പം പലരും വന്ന് ഇയാൾ പുറത്തു നിന്ന് വിളിച്ചെങ്കിലും ഇയാൾ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാനും തയ്യാറായില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ആ പീഠത്തിന് മുകളിൽ കയറി നിന്ന് കുറച്ചു നേരം നിന്നു അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട്. പക്ഷെ പല ആൾക്കാരും പുറത്തുനിന്ന് വിളിച്ചു. അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വെള്ളം വീണ്ടും മുമ്പോട്ട് കയറാൻ തുടങ്ങി. ജനങ്ങളെല്ലാം ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി വന്ന് രക്ഷിക്കാനായിട്ട് നോക്കി. പുള്ളിനെ രക്ഷിക്കാനായിട്ട് നോക്കിയപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടത്? എൻ്റെ കർത്താവ് ഇവിടെയല്ലേ ഉള്ളത്, പിന്നെ ഞാൻ എങ്ങോട്ട് പോയി ഓടി രക്ഷപ്പെടണം? ദൈവത്തിൻ്റെ ഭവനത്തിൽ ഞാനിരിക്കുമ്പോൾ ഇനി ഞാൻ എവിടെ രക്ഷ തേടി പോകണം എന്നുള്ള ഒരു വാക്ക് ആ വ്യക്തിയുടെ വായിൽ നിന്ന് കേട്ടു. പക്ഷെ മറ്റു വ്യക്തികളെല്ലാം ഓടി രക്ഷപ്പെട്ടു. എന്ത് അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ വെള്ളം പൊങ്ങിയെങ്കിലും ആ വ്യക്തിക്ക് ഒന്നും സംഭവിച്ചില്ല. അയാൾ ഒരു പ്രോബ്ലവും ഇല്ലാതെ 2 ദിവസം 3 ദിവസം അയാൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും അയാൾ ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ അർത്ഥമുണ്ട്. നമ്മൾ എത്രമാത്രം മനസ്സ് ശുദ്ധമാക്കി ദൈവത്തെങ്കിൽ പരിശുദ്ധമായ ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് തിയോളജിക്കലായിട്ടോ ഫിലോസഫിക്കലായിട്ടോ ഒന്നും ചിന്തിക്കാനോ അതുപോലെയുള്ള രീതിയിൽ ചെയ്യാനോ ഉള്ള കർത്താവിന് മുമ്പിൽ ശാന്തമായിട്ട് കൈകൾ ഉയർത്തി സ്വസ്ഥമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് കടുകുമണിയോളമെങ്കിലും വിശ്വാസം നമുക്കുണ്ടായിരിക്കണമെന്ന് പറയും. കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് പോയി കടലിൽ വീഴാന്ന് പറഞ്ഞാൽ അത് വീണിരിക്കും. കർത്താവിൻ്റെ അത്രയ്ക്കും വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, എനിക്ക് ഹോളി ലാൻഡിൽ പോകാനുള്ള വലിയൊരു അവസരം ലഭിച്ചു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം സഹനങ്ങളേറിയ ഒരു കാലഘട്ടത്തെ കൂടെയാണ് കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്തതും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസം. ഒരു മുഴുവൻ ഡെസർട്ടാണ്, മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്നാപകന്മാരൊക്കെ യാത്ര ചെയ്ത മരുഭൂമി വെട്ടുകിളിയും കാട്ടുതേനും ഒക്കെ ആയിരുന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം ദൂരം ഈ മരുഭൂമിയിലൂടെ
നടന്നാലാണ് ഇവർക്കൊക്കെ ഓരോ ദൈവത്തിൻ്റെ ഓരോ പദ്ധതികൾ, ഓരോ മെസ്സേജ്, ഓരോ സന്ദേശങ്ങൾ മറ്റ് ദിശകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അത്രമാത്രം ദൈവാനുഗ്രഹം ഇവർ പ്രാർത്ഥനയിൽ ആയിരുന്ന വ്യക്തികളാണ് ശിഷ്യന്മാർ. യേശുവിനോടുകൂടെ പ്രാർത്ഥനയിലായിരുന്ന വ്യക്തികളാണ്. പ്രിയമുള്ളവരെ, അത്രയ്ക്കും ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിലായിരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ഫലം ഇതിൽ നിന്ന് ഉണ്ടായെന്ന് വരില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ദൈവ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം, നിഷ്കളങ്കമാകണം. അതിനുവേണ്ടി ചെയ്തു പോയ പാപങ്ങൾ, തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയി മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാമീപ്യവും ഒക്കെ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അവസരങ്ങൾ ശിശുക്കളെയൊക്കെ പോലെ ആകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനത്തെ സന്ദേശങ്ങളും ഒന്നും പലർക്കും ഗ്രഹിക്കുവാൻ സാധിക്കുന്നതിലപ്പുറമാണ്. ഇന്ന് പലപ്പോഴും ആധുനികമായ യുഗത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെ പോലെ നിഷ്കളങ്കമായ ജീവിത രീതി നയിക്കുന്നവരുടെ ചെറിയ ചിന്തകൾ, വചനങ്ങൾ, സന്ദേശങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ദൈവത്തിൽ നിന്ന് അകലമായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ പലപ്പോഴും നമ്മൾ എത്രമാത്രം ദൈവിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചാലും അത് അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവരുടെ ജീവിതം വളരെയധികം ദൈവത്തിൽ നിന്ന് അകലെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ ഹോളി ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മുസ്ലിങ്ങൾ, അറബികളാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ, കൂടുതൽ അറബികളാണ്. ഞങ്ങൾ വേ ഓഫ് ദ ക്രോസ് ഒക്കെ ചൊല്ലി, കർത്താവ് നടന്ന വേ ഓഫ് ദ ക്രോസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരൊറ്റ സ്ട്രെച്ച് സ്ഥലമല്ല, ഒരുപാട് ദൂരങ്ങൾ താണ്ടിയുള്ളത്. പല സ്ഥലങ്ങളിലാണ് ഓരോ സ്റ്റേഷൻസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മുഴുവൻ മാർക്കറ്റാണ്. നമുക്കറിയാം, കർത്താവ് ഒരിക്കൽ ദേവാലയത്തിൽ കയറി ചെന്ന് എൻ്റെ കർത്താവിൻ്റെ ഭവനം നിങ്ങൾ മാർക്കറ്റാക്കുന്നോ എന്ന് ചോദിച്ച് ഒരുപാട് മനുഷ്യരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു വചനഭാഗം നമ്മൾ വായിക്കാറുണ്ട്. ഇതുപോലുള്ള അത്രയ്ക്കും ഒരു ലെവലിലേക്ക് മനുഷ്യർ കടന്നു ചെന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അന്ന് കണ്ട ഒരേ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ ലോകം തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദുഷ്ടത കൊണ്ടും പീഡനം കൊണ്ടും മറ്റുള്ളവരോടുള്ള അമർഷത കൊണ്ടും ടെററിസം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഒരുപാട് ദ്രോഹങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടത്തിൽ, ക്രിസ്ത്യാനികൾക്കെതിരായി മാത്രമല്ല മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ കഴിയാത്ത ഒരു ലോകത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവർ, ഇതെല്ലാം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിനെങ്കിൽ പൂർണ്ണമായ അഭയം പ്രാപിച്ച് പ്രാർത്ഥനയിലായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ദിവസങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, ചെലവഴിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് മുസ്ലിങ്ങളെ പോലെ പിടിച്ചടക്കി അതൊരു മാർക്കറ്റിനിടയ്ക്കൂടെയാണ് ചില സ്റ്റേഷൻസൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രായം ചെന്നവരൊക്കെ നമ്മൾ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ ഒരു വലിയ സത്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള മനുഷ്യരൊക്കെ ഈ കുരിശു വിറ്റും കൊന്ത വിറ്റും ഒക്കെയാണ് ജീവിക്കുന്നത്. ഈ കുരിശു വിറ്റും കൊന്ത വിറ്റും കർത്താവിൻ്റെ ബൈബിൾ വേദപുസ്തകവും കുരിശും കൊന്തയും അതുപോലെയുള്ള മറ്റ് എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന എല്ലാ സംഗതികളും വിറ്റാണ് അവിടെയുള്ള മനുഷ്യർ ജീവിക്കുന്നത്. പ്രിയമുള്ളവർ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു നിറയും. അവരുടെ ഉള്ള് ദൈവത്തിൽ നിന്ന് അകലെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തി, അവർ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ മനുഷ്യർക്ക് ദൈവം അവരുടെ മനസ്സ് തുറക്കാനും ദൈവികമായ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും ഒക്കെ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം കാലഘട്ടങ്ങൾ കഴിയും തോറും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ വിശ്വാസത്തിനൊക്കെ എതിരായിട്ട് ഒരുപാട് ദുഷ്പ്രേരണകൾ, ദുഷ്ചിന്തകളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ കൂട്ടായ്മകൾ, പ്രാർത്ഥനയിലായിരിക്കുന്ന കൂട്ടായ്മകൾ എപ്പോഴും കർത്താവിന് മുമ്പിൽ പ്രീതിജനകമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരുപാട് മനുഷ്യർ ഇനിയും ദൈവത്തെ അറിയട്ടെ. ഈ ലോകത്തിൽ യേശുവിൻ്റെ കൃപയും യേശു നൽകിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യർ അറിയട്ടെ. അങ്ങനെ അറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്കൊന്ന് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് മുമ്പിലായിരിക്കുന്ന നിമിഷത്തിൽ ഒന്ന് ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്
നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പരിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിഷ്കളങ്കരായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ശിശുവിനെ പോലെ ആയിട്ട് യേശുവിന് വേണ്ടി വിശേഷം പ്രവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപ കടന്നു വരട്ടെ. നിങ്ങൾ എല്ലാവരും യേശുവിന്റെ കൃപയിലേക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ശക്തിയാണ് എല്ലാവരും പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും കർത്താവ് എടുത്തുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും യേശുവിന്റെ പ്രത്യേക കൃപയാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് ഈ ദിവസങ്ങളെ പൂർണ്ണമായി യേശുവിനെ സമർപ്പിച്ചിരിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ